കുട്ടികൾ ടിവി കാണാൻ പാടില്ല, അപ്പോൾ നമ്മുടെ കണ്ണ് റെഡ് ആവും. ചേട്ടൻ ടിവി കാണാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഹലോ, അഫിസ്നോട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ചെറിയ ഇൻട്രോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. അപ്പോൾ അജ്മാലിലെത്തിയതിന് ശേഷം ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ നേരത്തോടെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പരിപാടി നോക്കാറുണ്ട്. പിള്ളേരാരും എണീറ്റിട്ടില്ല. അപ്പോഴത്തേനും പണികളൊക്കെ തുടങ്ങി. ഇപ്പോഴത്തേ കുറച്ചൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നൂലപ്പവും പിന്നെ മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ റൂമിൽ നിന്ന് ഈ ഒരു വിൻഡോ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ആണ് കാണുള്ളൂ കേട്ടോ. ബാൽക്കണി ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ വന്നൊരു 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. ഓരോ കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഓൾറെഡി ഇവിടെ കിച്ചൺ ആഷിഫ് ഇവിടെ യൂസ് ചെയ്തിരുന്ന കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്ക് ഒതുക്കാനൊക്കെ ആയിട്ട്. ജസ്റ്റ് കൊണ്ടുവന്ന സംഭവങ്ങൾ എടുത്ത് വെക്കലും പിന്നെ അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാത്രങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വെക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാൻ ഉണ്ടാക്കുകയാണ്. കാരണം ഇന്ന് ഷാർജയിലേക്ക് പോകണം. വാപ്പിച്ച് വിളിക്കാൻ വരും. വാപ്പിച്ചിക്ക് ഇന്ന് ഓഫാണ്. ആഷിഫിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ റൈസ് ഉണ്ടാക്കണില്ല, ഇതന്നെ ലഞ്ചിന് മതി എന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ട് ആഷിഫ് അങ്ങോട്ട് വരും. അപ്പോൾ ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം തന്നെയാണ് ഉച്ചക്കൾക്ക് കൊണ്ടുപോകണത് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം കിട്ടി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കേടില്ലാണ്ടൊക്കെ എല്ലാതും കിട്ടി. പിന്നെ മുട്ടക്കറിയിലേക്കുള്ള പാല് എടുക്കണ്. പിന്നെ നാട്ടിൽ കാണിക്കുന്ന പോലത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ അധികം അങ്ങനെ കാണിക്കാനില്ല. അതുപോലെ വീടിൻ്റെ ഉള്ളിലത്തെ ക്ലീനിങ്ങും ഇതൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. കുറേ വെറുതെ ഇതും കാണിച്ചിങ്ങനെ ലെങ്തി ആക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയിൽ ഐഷ എണീക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐഷ ഇട്ടിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്. അയാനു നല്ല ഉറക്കം തന്നെയാണ്. അയാനു നാട്ടിലെ പോലെ തന്നെ കുറച്ച് വൈകി തന്നെയാണ് എണീക്കാറ്. ഐഷ തന്നെയാണ് ആദ്യം എണീക്കുക ഇവിടെ. അങ്ങനെ ആഷിഫിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേനും പോയി. അപ്പോൾ വാപ്പിച്ചി കാലത്ത് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷിഫ് പോയി കഴിഞ്ഞപ്പോൾ വാപ്പിച്ചി എത്തി. അങ്ങനെ ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് ഇനി അങ്ങോട്ട് പോകാനുള്ള ഇവരൊരുക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. വലിയ കാര്യമായ ക്ലീനിങ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ.
ടോയ്ലറ്റിൽ ബാത്റൂമിൽ ഫ്ലോർ ഇത്തിരി സ്ലിപ്പറിയാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 10:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആ സമയമൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. ഐശ്വര്യാനും യാതൊരു വക മടിയില്ല, നല്ല ത്രില്ലാണ് യാത്ര പോണേൻ്റെ. അതിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴായാലും നല്ല ഹാപ്പി ആയിരുന്നു, യാതൊരു ബോറടിയോ വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ യാത്ര ചെയ്തിരുന്നു. കുറേ നാളത്തെ ഇങ്ങനെ നമ്മൾ പുറത്ത് ഒന്നും പോവാണ്ടിരുന്നിട്ട് പുറത്ത് ടാറ്റ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നാട്ടിലങ്ങനെ എവിടെയും പോവാറില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറേ നാളത്തെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 4 ആളുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആഷിഫിനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും, ഷാർജയ്ക്ക് വരും. എന്നിട്ട് ഞങ്ങളെ കൂട്ടി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുക. അങ്ങനെ ഷാർജയിലെത്തി. ഷാർജയിൽ അബുഷറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്, ഉമ്മയും വാപ്പയും അനിയത്തിയൊക്കെ. ഇപ്പോൾ ഉമ്മയും അനിയത്തി ഇപ്പം ഇല്ല, ഇപ്പോൾ വാപ്പച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ആ കാണുന്നതാണ് അവർ ഫ്ലാറ്റ് താമസിക്കുന്നത്. ഇനി കിച്ചണിൽ കയറി ഓരോ പണികളൊക്കെ തുടങ്ങണം. ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വെറുതെ കിച്ചണിൽ കയറി ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെബനപ്പ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ലെബനപ്പ്. തൈരിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും മക്കളും അതിൻ്റെ ഫാനാണ്. ഞാൻ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത്, കാരണം പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഇങ്ങോട്ട് പോരാന്നുള്ളത്. പിന്നെ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും കൂടും. അപ്പോൾ അത് വാഷ് ചെയ്യാനുള്ള ഇങ്ങോട്ട് എടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐഷയുടെ ചെറിയ ടെഡി ബിയർ വാഷ് ചെയ്യാനിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോഴത്തെ അവളെ എക്സ്പ്രഷനാണത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അഫീസ് നോട്ട്ബുക്ക് നാട്ടിലുള്ള ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്താൽ ഞാനിനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ചിക്കൻ നമ്മളൊരു ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് നേരെ കുക്കറിലേക്ക് മാറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കി ഓരോന്നൊക്കെ കാണിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കറി കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇനി അടുത്തത് നെയ്ച്ചോറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത് രണ്ടാകുമ്പോൾ വേഗം ആയിക്കോളും. അപ്പോൾ ഇവർ കിച്ചണും ഫുള്ള് കാണിക്കാനൊന്നും പറ്റില്ല. വെച്ചാൽ ആകെ അലങ്കോലൊക്കെ എടുക്കണ്, ഉമ്മച്ചിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആണുങ്ങൾ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ വെക്കണ മാതിരി അങ്ങനെ അങ്ങോട്ട് ഒതുക്കത്തിൽ വെക്കുകയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഫുള്ളി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കണം. ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കുക. ഞാൻ ജസ്റ്റ് ഒരു DIY കാണിക്കുക, വാപ്പിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇത് തേങ്ങ ചെണ്ടാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഒരു മെഷീൻ ഉണ്ടാക്കിയാണ്. നാട്ടിലും ഇതുപോലത്തെ ഓരോന്നൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ, ഇത് നന്നായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൽ മോട്ടർ ഫിറ്റ് ചെയ്തിട്ട് ഇത് പിന്നെ വാങ്ങിക്കാൻ കിട്ടും സെപ്പറേറ്റ്. അങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് അവർ യൂസ് ചെയ്യണത്. ചെറിയ ചെറിയ DIYകളൊക്കെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഐഷ അവിടെ നല്ല പണിയിലാണ്. ചെറിയൊരു ബ്രഷും അടിച്ചു വാരിയും കിട്ടിയപ്പോൾ അവൾ ഭയങ്കര പണിയിലാണ് അവിടെ. പിന്നെ കുറച്ച് നേരം TV കണ്ടിരിക്കുന്നവർ അവരെ ഈ ചാനലിലെ വീഡിയോസ് തന്നെ ഇരുന്ന് കാണണം.
ചില സമയത്തൊക്കെ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. ഐഷ അങ്ങനെ കാണുമ്പോൾ വലിയ ഇതിൽ ഇങ്ങനെ കണ്ടിരുന്നോളൂ. ഇനി നെയ്ച്ചോറിൻ്റെ പരിപാടി ഫുള്ളായിട്ടില്ല, ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റെപ്പിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവരൊന്ന് കുളിപ്പിക്കണം. നേരെ പോരാണ് ചെയ്തത്. അവിടെ നിന്ന് നേരെ പോന്നു. ഇനി അധികം നേരം വേഗണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അജ്മാനിൽ നിന്ന് വേഗം ഇറങ്ങി. ഇവിടെ വന്നിട്ട് എന്തായാലും പിള്ളേരെ കുളിപ്പിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരവിടെ നല്ല കളിയിലാണ് രണ്ടാളും. പിന്നെ നിസ്കാരവും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് എവിടെയും പോയൊന്നുമില്ല. അന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ എവിടെയെങ്കിലുമൊക്കെ പോവാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വാഷ് ചെയ്യാനിട്ടായിരുന്ന ഡ്രസ്സുകൾ അതൊക്കെ സ്പിന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പുറത്തൊന്ന് ഉണങ്ങാൻ വേണ്ടി ഇടാം. അത് കറ്റാർ വാഴൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആളുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളക്കുറവിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബിൽഡിങ്ങുകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബിൽഡിങ്ങുകൾ വരുമ്പോൾ ഇങ്ങോട്ടുള്ള വെയിലും വെളിച്ചമൊക്കെ കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ പിന്നെ ബാൽക്കണിയിലേക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിരുന്നതാണ്. മാവും തൈയൊക്കെ നിൽക്കുന്നുണ്ട്. കുട്ടികൾ കടയിൽ പോയിട്ട് അത് വേണം ഇത് വേണം എന്ന് പറയാൻ പാടില്ല. അപ്പൊ ബാഡ് ബോയ്സ് ആവും. പിന്നെ ഇങ്ങനെ കടയിൽ നടന്നിരുന്ന ഗുഡ് ബോയ് ആവും. കുട്ടികൾ TV കാണാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കണ്ണ് റെഡ് ആവും. നമ്മൾ ബാഡ് ബോയ്സ് ആവാൻ പാടില്ല. ചേട്ടൻ TV കാണാറുണ്ടോ? ഇല്ല. 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 ഐപാഡ് കാണാൻ പറ്റോ? ഇല്ല. പിന്നെ ഭക്ഷണം കഴിക്കണം. ഇപ്പൊ എന്തൊട്ടാ ചെയ്തത്? അതാ അത് കുറെ ആൾക്കാരോ ഇങ്ങനെ പറയില്ല. പിന്നെ കുട്ടികൾ വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ കണ്ണിത്ത ഭാഗങ്ങളൊക്കെ വൈറ്റ് കളറാവും. വൈറ്റ് അല്ല, ബ്ലാക്ക് കളറാവും. റഹ്മാൻ മൈറൂലി അലൈഹിം വറവാലിം ആമീൻ. പിന്നെ കുറച്ച് നേരം സരിജംബെഡിലൊന്ന് മെസ്സേജ് ചെയ്ത്. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ ഇതിൻ്റെ സെൻറ്ററുകളുണ്ട്, മസാജിങ് സെൻറ്റർ. നമ്മളെ കേരളത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ഉണ്ട് സെറജംബെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊരു തെർമൽ ബോൾസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ ഫുൾ ബോഡി മസാജ് ചെയ്ത് വരും. നല്ല സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇവർ വാങ്ങിയിരിക്കണതാണ്. ഈ ഒരു ബെഡ് വാങ്ങിയിട്ടുണ്ട്. ഇത്തിരി റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് മേലെ വില ഉണ്ട് ഈ ഒരു ബെഡിന്. ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ആഷിഫ് എത്തി. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ടാണ് പിള്ളേരും ആഷിഫും നെയ്ച്ചോറും ചിക്കനും ഒക്കെ കഴിച്ച്. അങ്ങനെ ഇനി പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പോവാണ്, അജ്മാനിലേക്ക് തിരിച്ച് പോവാണ്. ഇപ്പോൾ പോണെന്ന് പറഞ്ഞാലൊക്കെ ഐഷ വേഗം ഈ ഒരു ബാഗ് എടുത്തിടും. ബാഗ് എടുത്തിട്ട് ഞാൻ പോവാന്നുള്ളൊരു ഇതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്ന അന്നത്തത് വീഡിയോ ഇട്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കിട്ടാ. സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരോട് സ്പെഷ്യലി നിങ്ങളുടെ കമൻസ് ഇടാൻ മറക്കരുത്. കമൻസ് ഇടുമ്പോഴാണ് നമുക്കറിയുള്ളൂ ആരൊക്കെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടുമ്പോഴാണ് നമ്മൾക്കൊരു സന്തോഷമുള്ളൂ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോസ് കാണാം. കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ പേജിൽ അപ്ഡേറ്റ്സ് ഇടും. അപ്പം നിങ്ങൾ മറക്കാണ്ട് വീഡിയോസ് കാണാം. നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്